രാത്രി 11 മണിയോളമായി. ഞാൻ ഈ സമയത്തൊരു വീഡിയോ ചെയ്യാൻ കാരണം, ഞാനിന്ന് യാത്രയിൽ ഒരു ഇഷാ നമസ്കാരത്തിന് വേണ്ടി ഒരു മസ്ജിദിലേക്ക് കയറി. ഞാനെൻ്റെ വാഹനം നിർത്തി ഒളു ചെയ്ത് കയറിയപ്പോൾ രണ്ടാമത്തെ റക്കായത്ത് കഴിഞ്ഞ് മൂന്നാമത്തെ റക്കായത്തിലേക്ക് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ കൈകെട്ടി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനിർ റഹീം എന്ന് ഞാനൊന്ന് പറഞ്ഞു കഴിയുന്നതിന് മുമ്പേ ഇമാം റുക്കൂയിലേക്ക് പോയി. ഒരു സുബ്ഹാന എന്ന ഒരു വേർഡ് പറയേണ്ട താമസം റുക്കൂയിൽ നിന്ന് നീകർന്നു. സമി അല്ലാഹു ലിമൻ ഹമിദഹ്. സുജൂദിലും അതുപോലെ. ഇപ്പം എൻ്റെ മനസ്സിന് വല്ലാത്ത ഒരു സങ്കടം. കാരണം പല മഹല്ലുകളിലും, എന്നാൽ അള്ളാഹുവിന് പേടിയുള്ള, റുക്കൂയിലും സുജൂദിലും തമഅനീനത്ത്, ആ സാവകാശം അത് വളരെ ശ്രദ്ധാപൂർവം നിർവഹിക്കുന്ന, പരലോകത്തെ ഭയപ്പെടുന്ന ധാരാളം പണ്ഡിതന്മാരുണ്ട്. എന്നാൽ പണ്ഡിത വേഷധാരികളായ കപടന്മാരെ നമ്മൾ പലപ്പോഴും തിരിച്ചറിയണം സഹോദരങ്ങളെ. അവരൊരു ഉപജീവനത്തിന് വേണ്ടി മാത്രം കഴിഞ്ഞു പോകുന്നവരാണ്. പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ കൈകെട്ടി നിൽക്കുമ്പോൾ അള്ളാഹുവിനെ പറ്റിക്കുന്ന ഒരു മനുഷ്യൻ ലോകത്ത് ആരെയാണ് സഹോദരങ്ങളെ പറ്റിക്കാതിരിക്കുന്നത്? നമ്മുടെ റൂഹൊന്ന് നിലച്ചാൽ, ഇന്ന് രാത്രി ഞാൻ മരണപ്പെട്ടു പോയാൽ എൻ്റെ വീടോ എൻ്റെ സമ്പത്തോ എൻ്റെ യാതൊന്നും എനിക്ക് ഉപകാരപ്പെടില്ല. അവിടെ ഉപകാരപ്പെടുന്നത് വൽബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമല. ഖൈറു അമൽ അഥവാ നമ്മുടെ നമസ്കാരം ജനങ്ങളുടെ മുന്നിൽ ഒരു ഷോ കാണിക്കാൻ വേണ്ടി നിർവഹിക്കുന്ന സക്കാത്ത് അതല്ല സഹോദരങ്ങളെ. അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി വാങ്ങുന്ന ആൾ പോലും ഞാനാണത് കൊടുക്കുന്നതെന്ന് അറിയാതെ മറ്റൊരു മീഡിയേറ്റർ മുഖാന്തരം ഓരോ കർമ്മങ്ങളും മരണമാസന്നമാകുന്ന ഈ ലോകത്തു നിന്ന് വേർപെടുന്ന സമയത്ത് ഒരു മനുഷ്യനും അതിൻ്റെ വേദന എന്തെന്ന് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ നമുക്ക് ആ വേദന പറഞ്ഞു തന്നു. ആ വേദന ഇല്ലാതിരിക്കണമെങ്കിൽ നമസ്കാരം ആസ്വദിച്ച് നമസ്കരിക്കാനും